നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് അപ്പു എന്ന് പറഞ്ഞ സിനിമയാണ് കേട്ടോ. അപ്പു നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല രസമുള്ളൊരു സിനിമയാണ്. ലാലേട്ടൻ്റെ ഒരു ഫീൽ ഗുഡ്, ഒരു നല്ലൊരു രസമുള്ളൊരു ക്യാരക്ടറാണ് ഈ സിനിമയത്തെ. ഇതിലെ കുറേ രംഗങ്ങൾ ഇപ്പോഴും ട്രെൻഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആ മോഹൻലാൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നു, നെടുമുടി വേണുചേട്ടൻ ഡ്രൈവിംഗ് മാസ്റ്ററായിട്ടുള്ള സിനിമയാണിത്. ഈ സിനിമയിൽ ആ സീനൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു, ആ കോമഡി സീക്വൻസൊക്കെ. ഇത് സാധാരണയായിട്ട് ലാലേട്ടൻ സിനിമകൾ വരുന്നത് പോലെ അല്ല ഈ സിനിമ വന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ സ്ഥിരമായി കാണാൻ കഴിയുന്ന കുറേ മുഖങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. കോമഡി ആയിട്ട് ആകെയുള്ള നെടുമുടി വേണും പിന്നെ മോഹൻലാലും തമ്മിലുള്ള കോമ്പിനേഷൻ സീക്വൻസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ടോട്ടലി ലാലേട്ടൻ്റെ ഒരു സിനിമ എന്നുള്ള ലേബലിലല്ല ഈ സിനിമ വന്നിരിക്കുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ ലാലേട്ടൻ്റെ സിനിമകളെന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രേഷൻ ടൈപ്പ് പടങ്ങളായിരിക്കും. പക്ഷേ ഇതൊരു ചെറിയ ബഡ്ജറ്റിൽ വളരെ കുറഞ്ഞ കഥാപാത്രങ്ങളെ വെച്ച് ചെയ്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമ ഇപ്പോഴും കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. കാരണം ഇതിലെ കഥാപാത്രങ്ങളാണെങ്കിലും ശരി, ലാലേട്ടൻ്റെ ക്യാരക്ടർ തന്നെ വളരെ വെറൈറ്റിയാണ്. അതായത് ഒരു തനി സാധാരണക്കാരൻ, ഒരു സാധു മനുഷ്യൻ, നമ്മളെപ്പോലെ ഒരു ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന ഒരാൾ. ഈ സിനിമ ആ കാലഘട്ടത്തിൽ വലിയൊരു വിജയമായിട്ടില്ലെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം ഈ സിനിമയ്ക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയായിരുന്നു ഇന്ദ്രജാലം. ഇന്ദ്രജാലം ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി. ലാലേട്ടൻ്റെ ഒരു മാസ് ഹീറോ ലേബലിൽ അങ്ങനെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഈ സിനിമ വന്നത്. ഈ സിനിമ ഒരു തനി നാട്ടുമ്പുറം, വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെ വന്നതുകൊണ്ട് തന്നെ ആർക്കും വലിയൊരു കണക്ഷൻ കിട്ടിയിട്ടില്ല, വലിയൊരു വിജയമായില്ല. ഇതിൽ പ്രധാന കഥാകാരനായിട്ട് പിന്നെന്ന് പറയുന്നത് നായികയെ പറ്റിയിട്ടായിരുന്നു. സുനിതയായിരുന്നു ഇതിൽ പ്രധാന നായികയായി അഭിനയിച്ചിരുന്നത്. അവരും ലാലേട്ടൻ തമ്മിലുള്ള കെമിസ്ട്രി ഒട്ടും വർക്കായിട്ടില്ലെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. പിന്നെ സെക്കൻഡ് ഹാഫ് മുതൽ സിനിമ കുറച്ച് സീരിയസ് ടോണിലാണ് പോകുന്നത്. ഒരു കൊലപാതകവും അതിനെ ചുറ്റി പറ്റിയാണ് പോകുന്നത്. ഈ സിനിമയിലെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആകെ ഒരു പാട്ടൊറ്റേ ഉള്ളൂ എന്നാണ് എൻ്റെ ഊഹം. കൂത്തമ്പലത്തിൽ വെച്ചോ എന്നുള്ളത് സൂപ്പർ സോങ്ങാണ്. ആ സിനിമയുടെ ഏറ്റവും ആ ഒരു മൂഡ് കറക്റ്റായിട്ട് ഇൻബാലൻസ് ചെയ്യുന്നൊരു സോങ് ആയിരുന്നു. നിങ്ങൾ ഈ പടം കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.